ഒരു ദിവസം സെൻട്രൽ സിറ്റിയിൽ വിൻസെൻ്റ് എന്ന ക്രിമിനൽ ഇല്ലീഗലായി ഒരു വലിയ വെപ്പൺസിൻ്റെ കച്ചവടം നടത്തുവാനായി പോയതും അപ്പോൾ തന്നെ നമ്മുടെ ഫ്ലാഷ് വന്ന ആ വെപ്പൺസ് എല്ലാം നശിപ്പിച്ച് വിൻസെൻറ്റിൻ്റെ ആ കച്ചവടം തകർക്കുകയാണ്. അപ്പോൾ തന്നെ വിൻസെൻ്റ് ഇന്നത്തെ തൻ്റെ കച്ചവടത്തിൽ തനിക്ക് കുഴപ്പമൊന്നും സംഭവിക്കാതിരിക്കുവാനായി നിയമിച്ചിരിക്കുന്ന തൻ്റെ ബോഡിഗാർഡായ ഗിർഡർ എന്ന മെറ്റാഹ്യൂമനെ വിളിച്ചു വരുത്തി ഫ്ലാഷിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഫ്ലാഷിൻ്റെയും ഗിർഡറിൻ്റെയും ഫൈറ്റിൻ്റെ ഇടയിൽ വിൻസെൻറ്റും അവൻ്റെ ആളുകളും അവിടുന്ന് രക്ഷപ്പെട്ടു. ഈ ഗിർഡറിൻ്റെ ശരീരം സ്റ്റീൽ പോലെ നല്ല കട്ടിയുള്ളതായതുകൊണ്ട് ഫ്ലാഷ് എത്ര ശ്രമിച്ചിട്ടും ഗിർഡറിനെ വീഴ്ത്തുവാൻ ഫ്ലാഷിന് സാധിക്കുന്നില്ല. ഗിർഡറിനിട്ട് ഇടിച്ച ഇടിയിൽ സ്വന്തം കൈകൾക്ക് തന്നെ വലിയ പരിക്ക് ഫ്ലാഷിനുണ്ടായി. മാത്രമല്ല ഫ്ലാഷിനെ അടിച്ച് വയ്യാതെയാക്കിയിട്ട് ഗിർഡർ അവിടുന്ന് വിൻസെൻറ്റിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. എന്നിട്ട് വിൻസെൻറ്റിന് വേണ്ടി താൻ ഇന്ന് ജോലി ചെയ്തതിൻ്റെ കൂലി ഗിർഡർ വിൻസെൻറ്റിനോട് ചോദിച്ചതും ഇന്ന് ബിസിനസ്സിന് വെച്ച വെപ്പൺസാണ് ആ ഫ്ലാഷ് നശിപ്പിച്ചതെന്നും അതുകൊണ്ട് ഇന്ന് ബിസിനസ് നടക്കാത്തതുകൊണ്ട് ഞാൻ ഇന്ന് നിനക്ക് പൈസ തരില്ല എന്ന് ഗിർഡറിനോട് വിൻസെൻ്റ് പറഞ്ഞതും അങ്ങനെ പറയരുതെന്നും നീ തനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസ തനിക്കിന്ന് വേണമെന്നും ആ പൈസ കിട്ടിയിട്ട് തനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണെന്നും അതുകൊണ്ട് മര്യാദയ്ക്ക് ആ പൈസ തനിക്ക് തരുവാൻ ഗിർഡർ വിൻസെൻറ്റിനോട് പറയുകയാണ്. പക്ഷേ വിൻസെൻ്റ് ഗിർഡറിന് പൈസ കൊടുക്കുന്നില്ല. അത് കണ്ടതും ദേഷ്യം വന്ന ഗിർഡർ വിൻസെൻറ്റിനെ അറ്റാക്ക് ചെയ്യാൻ പോയതും അപ്പോൾ തന്നെ വിൻസെൻ്റ് ഞാൻ നിനക്ക് പറഞ്ഞതിൽ കൂടുതൽ പൈസ വേണമെങ്കിൽ തരാമെന്നും പക്ഷെ നിനക്ക് പൈസ വേണമെങ്കിൽ ആ ഫ്ലാഷിനെ നീ കൊല്ലണമെന്നും അവൻ ഇല്ലാതെ ആയാൽ സെൻട്രൽ സിറ്റിയിൽ അടിപൊളിയായി തനിക്ക് ബിസിനസ് നടത്തുവാൻ സാധിക്കുമെന്നും വിൻസെൻ്റ് ഗിർഡറിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ഫ്ലാഷിനെ താൻ കൊല്ലാമെന്നും പറഞ്ഞ് ഗിർഡർ അവിടുന്ന് പോവുകയാണ്. ഈ ഗിർഡറിൻ്റെ അച്ഛൻ അസുഖം ബാധിച്ച് വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അച്ഛൻ്റെ ജീവൻ രക്ഷിക്കുവാനുള്ള പണത്തിന് വേണ്ടിയാണ് ഗിർഡർ വിൻസെൻറ്റിന് വേണ്ടി ഇപ്പോൾ ഫ്ലാഷിനെ കൊല്ലാൻ ശരിക്കും തയ്യാറായത്. അങ്ങനെ 2 ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് സെൻട്രൽ സിറ്റിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അലൻ അഥവാ നമ്മുടെ ഫ്ലാഷ് അവിടെ ഗിർഡർ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത് കണ്ടതും അപ്പോൾ തന്നെ അലൻ ഫ്ലാഷായി വേഷം മാറി ഗിർഡറിനെ അടിച്ചു വീഴ്ത്തുവാനായി ഗിർഡറിൻ്റെ അടുത്തേക്ക് ചെന്നതും ഗിർഡർ ഫ്ലാഷിനെ വളരെ ക്രൂരമായി അറ്റാക്ക് ചെയ്ത് ഫ്ലാഷിനെ വീഴ്ത്തുകയാണ്. ഫ്ലാഷ് എത്ര ശ്രമിച്ചിട്ടും ഗിർഡറിനെ വീഴ്ത്തുവാൻ ഫ്ലാഷിന് സാധിക്കുന്നില്ല. മാത്രമല്ല തന്നെ കൊല്ലുവാനായി വിൻസെൻറ്റിൻ്റെ കയ്യിൽ നിന്നും കൊട്ടേഷൻ ഗിർഡർ എടുത്തുവെന്നും തന്നെ കണ്ടുപിടിച്ച് കൊല്ലുവാനായിട്ട് ഗിർഡർ ഒരുപാട് സമയം തന്നെ നോക്കി നടക്കുമായിരുന്നുവെന്നും ഒടുവിൽ തന്നെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള വഴിയായിട്ടാണ് ഗിർഡർ ഇവിടെ വെറുതെ പ്രശ്നമുണ്ടാക്കിയതെന്നും ഫ്ലാഷിന് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ ഗിർഡറുമായി ഇനി ഫൈറ്റ് ചെയ്തുകൊണ്ട് നിന്നാൽ താൻ മരിച്ചു പോകുമെന്ന് മനസ്സിലായ ഫ്ലാഷ് വേഗം തൻ്റെ ജീവനും കൊണ്ട് അവിടുന്ന് സഹായത്തിനായി മറ്റൊരാളുടെ അടുത്തേക്ക് ഓടുകയാണ്. ഇപ്പോൾ ഫ്ലാഷ് ഗിർഡറിനെ തോൽപ്പിക്കുവാൻ വേണ്ടി സഹായം ചോദിച്ച് ചെന്നത് ഗോതം സിറ്റിയുടെ രാജാവായ ബാറ്റ്മാൻ്റെ അടുത്തേക്കാണ്. അങ്ങനെ ബാറ്റ്മാനെ നേരിൽ കണ്ട് ഫ്ലാഷ് തനിക്കുണ്ടായതെല്ലാം ബാറ്റ്മാനോട് പറയുകയാണ്. അപ്പോൾ തന്നെ ബാറ്റ്മാൻ ഗിർഡറിനെ പോലുള്ളവന്മാരോട് എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ താൻ നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് ഫ്ലാഷിനോട് പറഞ്ഞ് ഫ്ലാഷിനെ ബാറ്റ്മാൻ തൻ്റെ ബാറ്റ് കേവിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ പിന്നീട് ബാറ്റ് കേവിൽ ബാറ്റ്മാൻ ഫ്ലാഷിനെ ഫൈറ്റിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബാറ്റ്മാൻ്റെ ആ പഠിപ്പിക്കലിൻ്റെ അവസാനം അവിടെയുള്ള ഒരു ഭിത്തി തൻ്റെ ഒറ്റ പഞ്ചിന് ഫ്ലാഷിനെ തകർക്കുവാൻ സാധിക്കുകയാണ്. അപ്പോൾ തന്നെ ഗിർഡറിനെ അടിച്ചൊതുക്കുവാൻ തനിക്ക് സാധിക്കുമെന്ന ഒരു ഓവർ കോൺഫിഡൻസ് ഫ്ലാഷിനുണ്ടാകുകയാണ്. അങ്ങനെ ആ ഓവർ കോൺഫിഡൻസും വെച്ച് പിന്നീട് സിറ്റിയിൽ തന്നെ കൊല്ലുവാനായി ഗിർഡർ പ്രശ്നമുണ്ടാക്കുന്നത് അറിഞ്ഞ് ഗിർഡറിനെ അടിച്ചു വീഴ്ത്തുവാനായി ഫ്ലാഷ് പോയതും അപ്പോൾ തന്നെ ഗിർഡർ ഫ്ലാഷിനെ അടിച്ചു തെറിപ്പിക്കുകയാണ്. ഫ്ലാഷിന് ഗിർഡറിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. ഫായത്തിന് ബാറ്റ്മാൻ വന്ന് ഗിർഡറിൻ്റെ കയ്യിൽ നിന്നും ഫ്ലാഷിനെ രക്ഷിക്കുന്നു. ഗിർഡറിൻ്റെ അടിയൊക്കെ കൊണ്ട് ഫ്ലാഷ് ആകെ പേടിച്ചിരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ സ്യൂട്ടും തകർന്നുപോയി. അങ്ങനെ ഇപ്പോൾ തനിക്ക് ഗിർഡറിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നും തനിക്കിനി ആരെയും രക്ഷിക്കാൻ സാധിക്കില്ല എന്നും താനൊരു തോൽവിയാണെന്നും മറ്റും പറഞ്ഞ് പേടിച്ച് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ഫ്ലാഷ്. അപ്പോൾ തന്നെ ബാറ്റ്മാൻ ഫ്ലാഷിന് ഭയങ്കര മോട്ടിവേഷനൊക്കെ കൊടുക്കുകയാണ്. മാത്രമല്ല ഫ്ലാഷിന് വേണ്ടി താനും ആൽഫ്രഡും നിർമ്മിച്ച ഒരു പുതിയ സ്യൂട്ട് അടങ്ങിയ ഒരു മോതിരം ഫ്ലാഷിന് ബാറ്റ്മാൻ കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ബാറ്റ്മാൻ്റെ മോട്ടിവേഷനും സ്യൂട്ടും കിട്ടിയ ഫ്ലാഷ് ഗിർഡറുമായി വീണ്ടും ഫൈറ്റ് ചെയ്യുവാനായി ചെല്ലുകയാണ്. ആ ഫൈറ്റിൽ ഫ്ലാഷ് വളരെ സിമ്പിളായി ഗിർഡറിനെ അടിച്ചു വീഴ്ത്തുകയാണ്. അങ്ങനെ പിന്നീട് അടികൊണ്ട് വീണുപോയ ഗിർഡറിനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് ജയിലിൽ കൊണ്ടുപോയി ഇടുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് ജയിലിൽ കിടക്കുന്ന ഗിർഡറിൻ്റെ അടുത്തേക്ക് ഫ്ലാഷ് ചെല്ലുകയാണ്. എന്നിട്ട് ഗിർഡറിനോട് ജയിലിൽ നിനക്ക് സുഖമാണോ എന്ന് ഫ്ലാഷ് ചോദിച്ചതും തനിക്കിവിടെ പരമസുഖമാണെന്നും തൻ്റെയും തൻ്റെ അച്ഛൻ്റെയും ജീവിതം ഇതോടെ തീർന്നുവെന്നും തൻ്റെ അച്ഛൻ ഇപ്പോൾ ചികിത്സിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് അസുഖം കാരണം മരിച്ചുപോയി കാണുമെന്നും അതുകൊണ്ട് ആ വേദനയിൽ ഞാനും ഇവിടെ മരിക്കുമെന്നും ഗിർഡർ ഫ്ലാഷിനോട് പറഞ്ഞതും നിൻ്റെ അച്ഛനൊന്നും സംഭവിക്കില്ല എന്നും നിൻ്റെ അച്ഛൻ്റെ അസുഖമൊക്കെ ചികിത്സിച്ച് മാറ്റുവാനുള്ള പൈസയൊക്കെ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ അടപ്പിച്ചുവെന്നും ഇപ്പോൾ നിൻ്റെ അച്ഛൻ അസുഖമൊക്കെ മാറി സുഖമായി ഇരിക്കുന്നുണ്ടെന്നും ഫ്ലാഷ് ഗിർഡറിനോട് പറയുകയാണ്. ഇപ്പോൾ അത് കേട്ട് ഗിർഡർ ഞെട്ടിപ്പോവുകയാണ്. ഞാൻ നിന്നെ കൊല്ലാൻ നോക്കിയതല്ലേ എന്നും പിന്നെ നീ എന്തിനാണ് തന്നെ സഹായിച്ചതെന്നും ഗിർഡർ ഫ്ലാഷിനോട് ചോദിച്ചതും സ്വന്തം അച്ഛനെ നഷ്ടപ്പെടാൻ പോകുമ്പോഴുള്ള നിൻ്റെ ആ വേദന തനിക്ക് നന്നായി അറിയാമെന്നും അതുകൊണ്ടാണ് ഞാൻ നിന്നെ സഹായിച്ചതെന്നും പറഞ്ഞ് ഫ്ലാഷ് അവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ ഫ്ലാഷ് പറഞ്ഞതൊക്കെ കേട്ട് ഗിർഡറിന് സന്തോഷവും സങ്കടവും ആവുകയാണ്.
ഇപ്പോൾ ഗിർഡറിൻ്റെ അച്ഛനെ ചികിത്സിക്കാനുള്ള പൈസ ഫ്ലാഷ് മേടിച്ചത് നമ്മുടെ ബാറ്റ്മാൻ്റെ അടുത്ത് നിന്നായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഫ്ലാഷ് ബ്രൂസ് വെയിനായി വേഷം മാറി നിൽക്കുന്ന ബാറ്റ്മാൻ്റെ അടുത്തേക്ക് ചെന്ന് തന്നെ സഹായിച്ചതിനെല്ലാം ബ്രൂസിനോട് നന്ദി പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കെ സിറ്റിയിൽ എന്തോ പ്രശ്നം നടക്കുന്നത് അവർ കാണുകയാണ്. അപ്പോൾ തന്നെ ബ്രൂസ് ഞാൻ പോയി വേഷമൊക്കെ മാറി അങ്ങോട്ട് വന്നോളാമെന്നും പക്ഷെ അതിനു മുമ്പ് സെൻട്രൽ സിറ്റിയുടെ ഹീറോ അങ്ങോട്ട് പോയിക്കോളാൻ ഫ്ലാഷിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ഫ്ലാഷ് വളരെ സന്തോഷത്തോടെ അങ്ങോട്ട് പോവുകയാണ്.